ഹായ് ഫ്രണ്ട്സ്, നമുക്കൊന്നൊരു വായനയായാലോ? നിങ്ങൾ ഒരു വിജന സ്ഥലത്തേക്ക് വരുവൻ, അല്പം വിശ്രമിക്കാം. ഈ വാക്കുകൾ പറഞ്ഞതിൻ്റെ പൊരുൾ നമുക്ക് നോക്കാം. തങ്ങളുടെ ആദ്യത്തെ പ്രേക്ഷിത ദൗത്യം വിജയപ്രദമായി പൂർത്തിയാക്കിയ ആഹ്ലാദത്തോടെ തിരിച്ചെത്തിയ ശിഷ്യന്മാരോട് യേശു പറയുന്ന വാക്കുകളാണ് ഇത്. ഈ ക്ഷണത്തിൻ്റെ സാഹചര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അനേകം ആളുകൾ അവിടെ വരികയും പോവുകയും ചെയ്തിരുന്നു. ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് ഒഴിവ് കിട്ടിയിരുന്നില്ല. സുവിശേഷ പ്രഘോഷണത്തിൻ്റെ തിരക്കിൽ സുപ്രധാന കാര്യങ്ങൾ മറന്നുപോകാൻ തുടങ്ങിയപ്പോഴാണ് എന്നും പ്രസക്തമായ ഈ ആഹ്വാനം. എപ്പോഴും തിരക്കിലാണ് നമ്മൾ, ഒന്നിനും സമയം തികയുന്നില്ല, വിശ്രമം എന്തെന്നറിയാത്ത ഒരു ജീവിതം എന്ന നിലപാടും മനോഭാവവും ഒരു വീണ്ടു വിചാരണത്തിന് വിഷയമാക്കണം എന്ന് മരുഭൂമി നമ്മെ അനുസ്മരിപ്പിക്കുന്നു. വിജനസ്ഥലം തേടി അകലെയെങ്ങും അലയണ്ട, എൻ്റെ ഉള്ളിലേക്ക് കടക്കുക, പുറംവാതിലുകൾ അടയ്ക്കുക, എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുക, അവിടുത്തെ തിരുമുമ്പിൽ എന്നെ തന്നെ കാണാൻ വിലയിരുത്താൻ ശ്രമിക്കുക. വായന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്